സാർ, ഈ ആരോഗ്യ വിദ്യാഭ്യാസ രംഗങ്ങളിൽ കേരളം നമ്പർ 1 ആണെന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും അതൊക്കെ? അങ്ങനെ ഒരു മിത്ത് ഉണ്ടായിരുന്നു. ഒരു കാലത്ത് നമ്മൾ ആരോഗ്യ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും, പ്രൈമറി വിദ്യാഭ്യാസമാണ് മുഖ്യമായി, ലോകോത്തരമാണെന്ന് പറയുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതിന് കേരളത്തിൻ്റെ മാതൃകാ വികസനം ലോകത്തെ പരിചയപ്പെടുത്തിയ വളരെ വിദഗ്ധരായ സാമ്പത്തിക മണ്ഡലത്തിലെ സ്കോളേഴ്സൊക്കെ അമേരിക്കയിലൊക്കെ അങ്ങനെ ലേഖനങ്ങൾ എഴുതുകയും പ്രഭാഷണങ്ങൾ നടത്തുകയും ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിപ്പിച്ച ചില അധ്യാപകർ കേരള മോഡൽ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് വാചാലരാകുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് ഏറ്റവും അവസാനം ചെയ്തത് ഈ അമർത്യ സെന്നാണ്. അപ്പോൾ അദ്ദേഹം ഏറ്റവും വരുമാനം കുറഞ്ഞ ഒരു ജനസമൂഹം ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറേ സംസ്ഥാനത്തുണ്ടെന്നും അവർ ഉള്ളത് കൊണ്ട് ഓണം ആഘോഷിക്കുന്നവരാണെന്നും ചെറിയ അവരുടെ പെർ ക്യാപിറ്റ ഇൻകം അമേരിക്കയിൽ ഒരാൾ ടിപ്പ് കൊടുക്കുന്നതിനേക്കാൾ കുറഞ്ഞ വരുമാനമാണ്. അങ്ങനെ ഉള്ളവ പ്രതിശീർഷ വരുമാനം കൊണ്ട് ഏറ്റവും സമ്പന്ന രാഷ്ട്രമായ അമേരിക്കയിലെ ന്യൂയോർക്ക് നഗരത്തിലുള്ള ഒരാളിൻ്റെ ജീവിതത്തിന് സമാനമായ ജീവിതശൈലി, ജീവിത നിലവാരവും, ക്വാളിറ്റി ഓഫ് ഹ്യൂമൻ ലൈഫ് ഇൻഡെക്സ് ഏറെക്കുറെ മലയാളികളുടേതും ന്യൂയോർക്കിലെ പൗരൻ്റേതും തുല്യമാണ്. ഇതെങ്ങനെ സാധിച്ചു? ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ തിയറി, എക്കണോമിക്സ് തിയറി. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ക്വാളിറ്റി ഓഫ് ലൈഫിന് അടിസ്ഥാനം അവൻ്റെ ഇൻകം അല്ല, ക്വാളിറ്റി ഓഫ് ലൈഫിന് അടിസ്ഥാനം വിദ്യാഭ്യാസമാണ്. കേരളത്തിൽ സ്ത്രീ വിദ്യാഭ്യാസം വളരെ കൂടുതലാണ്. അപ്പോൾ കുട്ടികളെ വളർത്താനൊക്കെ അമ്മമാർക്ക് ചെറുപ്പത്തിലേ അറിയാം. അതുകൊണ്ടിവിടെ ശിശുമരണ നിരക്കും കുറവാണ് എന്നൊക്കെയുള്ള ഒരു തിയറി അതിൽ നിന്ന് ഫോം ചെയ്തെടുത്തു. അപ്പോൾ അതൊരു സാമ്പത്തിക സിദ്ധാന്തമായി മാറി. വരുമാനമല്ല ജീവിത നിലവാരത്തിൻ്റെ അടിസ്ഥാനം. കുറഞ്ഞ വരുമാനം കൊണ്ട് ഉന്നതമായി ജീവിക്കാം. അത് നമുക്കറിയാം, നമ്മുടെ ഭാഷയിലുള്ള ഒരു ശൈലിയാണ് ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നത്. അപ്പോൾ ഇത് കുറേ കാലമായിട്ട് ഇങ്ങനെ പാടി നടന്നു എന്നുള്ളതല്ലാതെ ഇത് തകിടം മറിഞ്ഞു. ഇത് തകിടം മറിഞ്ഞിട്ട് അധിക കാലമായിട്ടില്ല. സത്യത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ മണ്ഡലത്തിലും ആരോഗ്യ സേവന രംഗത്ത് ഇപ്പം നടമാടുന്ന തികച്ചും അനഭിലഷണീയമായ പ്രവണതകളാണ്. നമ്മുടെ വിദ്യാഭ്യാസ മണ്ഡലത്തിൽ നമ്മൾ യൂറോപ്പിനെ അനുകരിക്കാൻ തുടങ്ങി. കിൻഡർ ഗാർഡൻ വ്യവസ്ഥകൾ സ്വീകരിക്കാൻ തുടങ്ങി. പ്രൈമറി വിദ്യാഭ്യാസം നമ്മൾ നിലത്തെടുത്ത ആശാന്മാരെടുത്ത് പോയിട്ട് അക്ഷരം പഠിച്ചിട്ട് 1ാം ക്ലാസ്സിൽ എൻറോൾ ചെയ്ത് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചു പോകുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അന്നത്തെ നിലയിലുള്ള നല്ല വിദ്യാഭ്യാസമായിരുന്നു അത് തകിടം മറിഞ്ഞ് നമ്മുടെ കുട്ടികൾക്ക് സ്ലേറ്റിൽ എഴുതി പഠിക്കുന്ന, മണലിൽ എഴുതി പഠിക്കുന്ന ആ ശീലങ്ങളൊക്കെ പോയി തിരിച്ച് ഇവരെയൊക്കെ കിൻഡർ ഗാർഡൻ വ്യവസ്ഥയിലേക്ക് കൊണ്ടുവന്നു. പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ 3ാം വയസ്സ് മുതലേ പഠനം തുടങ്ങിയപ്പോൾ ഈ പ്രൈവറ്റ് ഏജൻസികൾ, വിദ്യാഭ്യാസ കച്ചവടക്കാർ വിദ്യാഭ്യാസത്തിൻ്റെ മഹിമയോ അതിൻ്റെ സേവന സ്വഭാവവും തിരിച്ചറിയാതെ ഒരുപാട് കോർപ്പറേറ്റ് മാനേജ്മെൻറ്റുകൾ പ്രൈമറി വിദ്യാഭ്യാസത്തിൽ മുതലിറക്കാൻ തുടങ്ങി. അപ്പോൾ ഒരു ലൈസൻസും ഇല്ലാതെ വേണമെങ്കിൽ ഒരു സ്കൂൾ തുടങ്ങാം. 4ാം ക്ലാസ്സിൽ കൊണ്ടുപോയി പരീക്ഷ എഴുതിച്ചിട്ട് സ്കൂളിലേക്ക് എൻട്രി ചെയ്ത് 5ാം ക്ലാസ്സിൽ ചേർക്കാം. അങ്ങനൊരു വ്യവസ്ഥ ഇപ്പോഴും നിലവിലുണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പോൾ 4ാം ക്ലാസ് വരെ ആർക്കും എന്തും ചെയ്യാം, വീട്ടിൽ ഇരുന്ന് പഠിക്കാം. ഇപ്പോൾ 4ാം ക്ലാസ്സിലെ പരീക്ഷ പാസ്സാകാനുള്ള മിനിമം വിദ്യാഭ്യാസം മതി. അതുവരെ എന്ത് കാണിച്ചാലും ഒരു കുഴപ്പവുമില്ല എന്ന തരത്തിലുള്ളൊരു സിസ്റ്റം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അൺഎയ്ഡഡ് പ്രൈമറി എഡ്യൂക്കേഷനുള്ള സാധ്യതകൾ നമ്മുടെ നാട്ടിൽ വളരെ കൂടുതലായി വന്നു. അതോടെ വിദ്യാഭ്യാസ കച്ചവടം വർദ്ധിച്ചു. ഈ പ്രീ സ്കൂളിൽ പോലും കുട്ടികളെ ഇൻ്റർവ്യൂ ചെയ്തിട്ട്, രക്ഷകർത്താവിനെയും കുട്ടിയെ ഇൻ്റർവ്യൂ ചെയ്തിട്ട് പ്രവേശിപ്പിക്കുന്ന മത്സരം തുടങ്ങി. അവിടെ തന്നെ കുട്ടികളുടെ വേഷം, അവർക്ക് യൂണിഫോം, അവർ കാല് നോവുന്ന കുട്ടി കരഞ്ഞാലും വേണ്ടില്ല, അവനെ നല്ല ടൈയും കോട്ടും ബൂട്ടും ഒക്കെ ഇട്ട് നല്ല യോഗ്യന്മാരാക്കി കൊണ്ടുപോകുന്ന, കുത്തി നിറച്ച് ഓട്ടോറിക്ഷയിലും വാനിലും കൊണ്ടുപോകുന്ന ഒരു സിസ്റ്റം. അത് വന്നപ്പോൾ പുറമേ ഇത് കാണാൻ നല്ല ആകർഷകമായി എങ്കിലും കുട്ടികൾക്ക് കൊടുക്കുന്ന വിദ്യാഭ്യാസത്തിന് അതിൻ്റേതായ പോരായ്മ വന്നു. പിന്നെ പലതരം സിലബസുകൾ വന്നു. NCERTയുടെ സിലബസ് വന്നു, സെൻട്രലിൻ്റെയും സ്റ്റേറ്റിൻ്റെയും വന്നു. ഇതൊക്കെ തമ്മിലുള്ള മത്സരങ്ങൾ വന്നു.
വിദ്യാഭ്യാസം പൊതുവിൽ കൊമേഴ്ഷ്യലൈസ് ചെയ്യപ്പെട്ടു, ഉം. വാണിജ്യവൽക്കരിക്കപ്പെട്ടു. ഇപ്പോൾ കച്ചവടത്തിനായി പ്രാധാന്യം, നിലവാരം ഭയങ്കരമായിട്ട് താഴ്ന്നു. അങ്ങനെ വന്നപ്പോൾ വേറൊരു പ്രശ്നമുണ്ടായി. ഇവിടെ ഈ കോളേജിൽ എത്തുമ്പോൾ ഈ കുട്ടികളെ ഉപയോഗിച്ചിട്ട് രാഷ്ട്രീയം കളിക്കുന്ന പാർട്ടി പരമ്പരാഗത രാഷ്ട്രീയക്കാരുണ്ടായിരുന്നു. അപ്പോൾ രാഷ്ട്രീയക്കാർക്ക് നേതാക്കളെ ട്രെയിൻ ചെയ്തെടുക്കുന്നത് ക്യാമ്പസിൽ നിന്നായിരുന്നു ഒരു കാലത്ത്. അത് സ്വാതന്ത്ര്യാനന്തരം സംഭവിച്ചൊരു തിരിച്ചടിയായിരുന്നു. ഇത് നഷ്ടപ്പെടാൻ തുടങ്ങിയത് ഈ പ്രൊഫഷണൽ വിദ്യാഭ്യാസം വ്യാപകമായപ്പോൾ എൻട്രൻസ് കോച്ചിങ്ങും ട്യൂഷനും കാരണം കുട്ടികളെ പഠന മേഖലയിൽ നിന്ന് പ്രക്ഷോഭ മേഖലയിലേക്കും സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്കും കിട്ടാതായി. അങ്ങനെ വന്നപ്പോൾ ഇതിനെ തകിടം മറിക്കേണ്ടത് പ്രത്യേകിച്ചും CPM-ൻ്റെ ഒരു സ്ഥാപിത താല്പര്യമായി മാറി. അവരിതിനെ അട്ടിമറിക്കാനുള്ള ഗൂഢതന്ത്രങ്ങൾ എപ്പോഴും ആലോചിച്ചുകൊണ്ടിരുന്നു. പക്ഷേ അങ്ങനെ വന്നപ്പോൾ സമാന്തര വിദ്യാഭ്യാസം ശക്തിയായി വ്യാപിച്ചു. അപ്പോൾ സ്വകാര്യ വിദ്യാലയങ്ങൾക്കെതിരെ പ്രക്ഷോഭം തുടങ്ങി. ഇതിൻ്റെയൊക്കെ പിന്നിൽ സ്ഥാപിത ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. കൈക്കൂലിയും കോഴയും അല്ലായിരുന്നു മുഖ്യമായ കാര്യം. ഈ കുട്ടികളെ ഒന്നും ഇവർക്ക് ഈ ചുവരെഴുതാനും ജാഥ വിളിക്കാനും കിട്ടാത്തതായിരുന്നു മുഖ്യമായ കാര്യം. അങ്ങനെ ഇത് രാഷ്ട്രീയക്കാരും വിദ്യാഭ്യാസം രക്ഷകർത്താക്കളുമൊക്കെ തമ്മിലുള്ള ഒരു ശീതസമരം പോലെ ഇങ്ങനെ വളർന്നു വരികയായിരുന്നു. ഈ അവസ്ഥ അതിൻ്റെ പാരമ്യത്തിലെത്തിയപ്പോൾ കേരളത്തിലെ പരമ്പരാഗത വിദ്യാഭ്യാസ രീതിയെല്ലാം മാറുകയും അതിൻ്റെ നിലവാര തകർച്ച ഉണ്ടാകുകയും ഇങ്ങനെ പഠിച്ചു വരുന്ന കുട്ടികളെ കാശിന് കൊള്ളാത്തവരായി തീരുകയും അവർക്ക് മാതൃഭാഷയിൽ പോലും പ്രാവീണ്യമില്ലാത്തവരായി മാറുകയും ചെയ്തു. അതായിരുന്നു അതിൻ്റെ ആത്യന്തികമായ ഫലം. ഞാൻ ജനറലൈസ് ചെയ്ത് പറയുകയാണ്. എക്സെപ്ഷണൽ കേസസൊക്കെ ഒരുപാടുണ്ടാകും. അതിൽ മിടുക്കന്മാർ എല്ലാ കാലത്തും ഏത് സിസ്റ്റത്തിലും അവർ ത്രൈവ് ചെയ്ത് നിൽക്കും. സമയത്തൊരു ആവറേജ് ആൻഡ് ബിലോ ആവറേജ് ലെവലിലുള്ളവരുടെ പൊതു നിലവാരം പരാജയമായിരുന്നു. അപ്പോൾ അവരിന്ന് പെട്ടെന്ന് പിന്നെ ഈ ആൾ പ്രൊമോഷൻ സിസ്റ്റം വന്നു. ഇപ്പോൾ ഇടതുപക്ഷം ഭരിക്കാൻ വരുമ്പോഴെല്ലാം 99.99% വിജയമാണ്. ആരെങ്കിലും ഒന്ന് തോൽപ്പിക്കണ്ടേന്ന് വിചാരിച്ചിട്ട് ഒന്നോ രണ്ടോ തോൽവി കൊണ്ടുവന്നിട്ട് വിജയ ശതമാനം ഉയർത്തിക്കാട്ടുന്നൊരു സിസ്റ്റം ഇത്രയും രൂക്ഷമായി കൊണ്ടുവന്നത് MA ബേബി വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നപ്പോഴാണ്. അപ്പോൾ ആ ഘട്ടം മുതലായപ്പം പഠിക്കുകയും വേണ്ട, ജയിക്കും, എല്ലാവരും ജയിക്കും, ഒരിത്തിരി തരികിടയൊക്കെ കാണിച്ചാൽ കുറച്ച് നല്ലതായിട്ട് ജയിക്കും. അങ്ങനെ ചില ആളുകളെ പഴിപ്പിച്ചെടുക്കുകയും ജയിപ്പിച്ചു വിടുകയും ചെയ്യുമ്പോൾ പിന്നെ +2 ലെവലിലുള്ള അഡ്മിഷന് വേണ്ടിയുള്ള ഗുസ്തി, അതിനുള്ള കൈക്കൂലി, ഇത് തികച്ചും ഒരു അന്നത്തെ കാലത്ത് നമ്മൾ പറയുന്നത് കുട്ടിച്ചോറാക്കി എന്നാണ്. ബേബി ചോറാക്കി എന്നൊക്കെ പറയുന്നവരുണ്ടായിരുന്നു. അപ്പോൾ കുട്ടിച്ചോറായി വിദ്യാഭ്യാസ മണ്ഡലം, പ്രത്യേകിച്ചും സ്കൂൾ വിദ്യാഭ്യാസ രംഗം കുട്ടിച്ചോറായി. അതിന് ആനുപാതികമായി തന്നെ ഹയർ എഡ്യൂക്കേഷനിലും ഈ നിലവാര തകർച്ച വന്നു. കേരളത്തിലെ പേരെടുത്ത് പറയാൻ കൊള്ളാവുന്ന ഒരു നല്ല സർവകലാശാല, ഏറ്റവും ഉത്തമമായി പ്രവർത്തിക്കുന്ന ഈ ആൾ ഇന്ത്യ ലെവലിലെത്തുന്ന നിലവാരമുള്ള ഒരു സർവകലാശാല ഇന്നും കേരളത്തിലില്ല. പിന്നല്ലേ ലോകോത്തരം എന്ന് പറയാൻ. ഒരു 100 നല്ല നാഷണൽ യൂണിവേഴ്സിറ്റി നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്താൽ അതിൽ ഒരു യൂണിവേഴ്സിറ്റി പോലും കേരളത്തിൽ നിന്നും ഉണ്ടാകുന്നില്ല. അങ്ങനെ ഇരിക്കുകയാണ് ഇപ്പോൾ സ്വകാര്യ സർവകലാശാലയെക്കുറിച്ചൊക്കെ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നത്. ഗവൺമെൻറ് പോളിസിയൊക്കെ മാറ്റിയിരിക്കുന്നു. അപ്പോൾ ഈ അവസ്ഥയിലാണ് നമ്മൾ ഇന്ത്യ ഗവൺമെൻറ് 2020 നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി, ഒരു ദേശീയ വിദ്യാഭ്യാസ നയം കൊണ്ടുവരികയും അതിന് ഒരു പാഠപദ്ധതി തീരുമാനിക്കുകയും അതിൻ്റെ സിസ്റ്റം എങ്ങനെ വേണമെന്നും പ്രീ സ്കൂൾ എപ്പോൾ ആരംഭിക്കണമെന്നും സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ ഘട്ടം എങ്ങനെയായിരിക്കണം, ഹയർ എഡ്യൂക്കേഷൻ്റെ സ്വഭാവം എന്തായിരിക്കണമെന്നൊക്കെ ചിട്ടവട്ടങ്ങളോടെ തീരുമാനിച്ചത്. ആദ്യം അത് അനൗൺസ് ചെയ്ത് 2020 വന്നു. 21 മുതൽ ജനുവരി മുതൽ പ്രാബല്യത്തിൽ വരും എന്ന് പറഞ്ഞപ്പോൾ ഈ കേരള ഗവൺമെൻറ് രാഷ്ട്രീയ കാരണത്താൽ അതിനെ എതിർത്തു ആദ്യം. അപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് വിദ്യാഭ്യാസ സഹായമൊന്നും കിട്ടത്തില്ലെന്ന് വന്നപ്പോൾ അനുകൂലിക്കാൻ തുടങ്ങി. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കേരളത്തിലെ സ്കൂൾ വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിച്ചത് 1ാം ക്ലാസ്സിലെ അഡ്മിഷൻ 6 വയസ്സ് നിർബന്ധമാക്കും എന്നാണ്. അത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിലുള്ളതാണ്. 3 വയസ്സിൽ പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ തുടങ്ങുന്ന ഒരു കുട്ടി 3 വർഷം അത് പൂർത്തിയാക്കിയതിന് ശേഷം 1ാം ക്ലാസ്സിൽ 6ാം വയസ്സിൽ ചേരണം എന്നതാണ്. ഇത് കേരളത്തിൽ നേരത്തെ നിലവിൽ ഇരുന്നതിനകത്ത് ഒരുപാട് കള്ളക്കളികളുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ
അധ്യാപകരുടെയൊക്കെ മക്കളെ 7ാം വയസ്സിൽ കൊണ്ട് ചേർത്തിട്ട് 4.25 വയസ്സേ വയ്ക്കത്തുള്ളൂ. അപ്പോൾ നമ്മുടെ കൂടെയൊക്കെ പഠിച്ച ഈ അധ്യാപകരുടെ മക്കളൊക്കെ നമ്മുടെയൊക്കെ അതേ പ്രായമാണ് ഇവർക്ക്. പക്ഷേ അവരുടെ സർട്ടിഫിക്കറ്റ് നമ്മളെക്കാളും 2 വയസ്സ് കുറവാണ്. അങ്ങനെ ഒരു കാലത്തൊരു കള്ളക്കളി നടന്നു. ഇത് വലിയൊരു പരാതിയായി വന്നപ്പോഴേ TM ജേക്കബ് വിദ്യാഭ്യാസ മന്ത്രിയായപ്പോഴാണ് ജനന സർട്ടിഫിക്കറ്റ് അഡ്മിഷൻ എന്ന് നിർബന്ധമാക്കി. ജനന സർട്ടിഫിക്കറ്റ് ആശുപത്രിയിൽ നിന്നോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം വഴി നൽകുന്ന സർട്ടിഫിക്കറ്റ് അഡ്മിഷന് ബാധകമാക്കി. അത് ഉണ്ടായാലേ പറ്റി. അതിൽ പിന്നെ വലിയ കള്ളത്തരത്തിനുള്ള ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ എല്ലാവരും പിന്നെ ബർത്ത് സർട്ടിഫിക്കറ്റ് കരുതി വയ്ക്കാൻ തുടങ്ങി. അഡ്മിഷൻ അത്യാവശ്യമാണ്. അത് മാത്രമല്ല, പിന്നെ ഒരുപാട് കാലത്ത് അയാൾ പ്രായമാകുമ്പോൾ വിദേശത്ത് പോകണമെങ്കിൽ, അമേരിക്കൻ വിസയൊക്കെ കിട്ടണമെങ്കിൽ നമ്മുടെ SLCയുടെ ഡേറ്റ് ഓഫ് ബർത്ത് കാണിച്ചാൽ അമേരിക്കൻ വിസയ്ക്ക് അത് സ്വീകാര്യമല്ല. അവർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ബർത്ത് സർട്ടിഫിക്കറ്റ് ചോദിക്കും. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ കേരളം ഒന്നാമതാണെന്ന് പറഞ്ഞതിനകത്ത് യാതൊരു അർത്ഥവുമില്ല എന്ന് മാത്രമല്ല, നമ്മളെക്കാളും സ്കില്ലുള്ളതും ഭാഷാജ്ഞാനം, മറ്റേ പ്രായോഗിക ജ്ഞാനം, ഇൻ്റലിജൻസ് കോഷ്യറ്റും IQവും എല്ലാം ലെവലിലുള്ള അത് പുറത്തുനിന്ന് പഠിച്ചിട്ട് വരുന്നവർക്ക് അവർ കൂടുതൽ ഭാഷ കൈകാര്യം ചെയ്യുന്നു. ഇപ്പോൾ കർണാടക, തമിഴ്നാടിനപ്പുറത്ത് ഗുജറാത്ത്, നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ പോയി പഠിച്ചു വരുന്ന കുട്ടികൾക്ക് കുറച്ചുകൂടെ സ്മാർട്ടാണ്. ഇംഗ്ലീഷിലായാലും ഹിന്ദിയിലായാലും അവരുടെ അവിടുത്തെ പ്രാദേശിക ഭാഷയിലൊക്കെ ആയാലും. പ്രത്യേകിച്ച് ഇന്ത്യയിൽ ആന്ധ്രാപ്രദേശിൽ നിന്ന് വരുന്ന കുട്ടികൾ. ഇപ്പോൾ ഇത് വിദേശത്തൊക്കെ ഇപ്പോൾ അമേരിക്കയിൽ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ ഡയസ്പോറ തെലുങ്കന്മാരാണ്. തെലുങ്കാനയിൽ നിന്നും ആന്ധ്രയിൽ നിന്നുള്ളവരാണ്. നമ്മളിപ്പോൾ ആരോഗ്യവകുപ്പിൻ്റെ കാര്യം പറഞ്ഞില്ല, അത് വേറെ വലിയ സബ്ജക്റ്റാണ്. നമുക്ക് വിശാലമായിട്ട് പിന്നീട് മറ്റൊരു ദിവസം ചർച്ച ചെയ്യാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.